അടുത്ത സെക്ഷൻ ലെബനീസ് തിയറമാണ്. ലെബനീസ് തിയറം. ഇത് നമ്മൾ രണ്ട് ടേമുകളുടെ പ്രൊഡക്റ്റിൻ്റെ എന്ത് ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ലെബനീസ് തിയറം, the nth derivative of the product of two functions. The nth derivative of the product of two functions. Product of two functions. നമ്മൾ ലെബനീസ് തിയറമാണ് സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനിയുള്ള ലെബനീസ് തിയറം വെച്ചിട്ട് പ്രോബ്ലംസ് എന്തായാലും ചോദിക്കുന്നതാണ്. അപ്പം ആ തിയറം അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇഫ് യു ആൻഡ് വി, നമ്മൾ പ്രൊഡക്റ്റ് റൂളിൻ്റെ അകത്ത് യുവും വിയും പറയുന്ന പോലെ യുവും വിയും ടു ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ്. ബി ടു ഫങ്ഷൻസ് ഓഫ് എക്സ് possessing derivatives of the nth order, then യുവും വിയുടെയും കൂടെ ഉള്ള പ്രൊഡക്റ്റിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് യു വി എൻ എന്ന് ഇടുന്നത്. എന്ന് പറയുന്നത് എന്താ, യുവും വിയും ടു ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ്. അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എന്ത് ഡെറിവേറ്റീവ്, രണ്ട് ഫങ്ഷൻസ് ഓഫ് എക്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എന്ത് ഡെറിവേറ്റീവിൻ്റെ ഫോർമുലയാണ് ലെബനീസ് തിയറത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഫോർമുലയാണ് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. ലെബനീസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ എ പാർട്ടിൽ ചോദിക്കാം, 2 മാർക്ക് ക്വസ്റ്റ്യനിൽ എ പാർട്ടിലും ചോദിക്കാവുന്നതാണ് ലെബനീസ് തിയറം സ്റ്റേറ്റ് ചെയ്യുക. അപ്പോൾ ലെബനീസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ യുവും വിയും ബി ടു ഫങ്ഷൻസ് ഓഫ് എക്സ് പൊസസിങ് ഡെറിവേറ്റീവ്സ് ഓഫ് nth ഓർഡർ, ദെൻ യു വി എൻ ഇസ് ഈക്വൽ ടു യു എൻ വി എന്ന് പറയുമ്പോൾ യു എൻ എന്ന് പറയുന്ന എന്ത് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻ ടു വി പ്ലസ് അടുത്ത ടേം എന്ന് പറയുന്നത് NC1 പ്ലസ് 2 നിങ്ങൾ ബൈനോമിയൽ തിയറം പഠിച്ചപ്പോൾ NCR എന്നൊക്കെ ഉള്ളത് കണ്ടിട്ടുള്ളത് കാണുമല്ലോ. അപ്പോൾ NC1 UN-1 V1 UN-1 എന്ന് പറയുമ്പോൾ n-1 ഡെറിവേറ്റീവ് ഓഫ് യു, V1 എന്ന് പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് അടുത്ത ടേം എന്തായിരിക്കും NC1 കഴിഞ്ഞാൽ NC2 UN-2 V2. അതായത് NC2 വരുമ്പം യുവിൻ്റേത് n-2 ഡെറിവേറ്റീവ്, വിയുടേത് സെക്കൻഡ് ഡെറിവേറ്റീവ്. അതായത് നമ്മൾ യുവിൻ്റെയും വിയുടെയും കൂടെ ഡെറിവേറ്റീവ്സ് ആഡ് ചെയ്യുമ്പം n കിട്ടണം. ഇവിടെ നോക്കിയാൽ n-2ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ n-1ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പം n. ഇവിടെ n-ഉം ഇവിടെ 0 അല്ലേ, വി എന്ന് പറയുന്ന ഡെറിവേറ്റീവ് എടുക്കാത്തത്. അപ്പോൾ അവിടെ നോക്കിയേ n. അപ്പം ടോട്ടൽ ഡെറിവേറ്റീവ് എപ്പോഴും ഡെറിവേറ്റീവുകളുടെ നമ്മൾ പവർ നോക്കുവാണെങ്കിൽ n ആയിരിക്കും. NC1 NC2 NC3 എന്ന് പറയും. ഇവിടെ NC2 വരുമ്പം V2. അപ്പം ജനറലി NCR ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, ജനറലി ഇടയ്ക്കത്തെ ഒരു ടേം നമ്മൾ പറയുവാണെങ്കിൽ NCR വരുമ്പോൾ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. NC2 വരുമ്പോൾ UN-2 V2. അപ്പോൾ NCR വരുമ്പം UN-R VR. UN-R എന്ന് പറയുന്നത് n-R ഡെറിവേറ്റീവ് ഓഫ് യു, VR എന്ന് പറയുന്ന rth ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് എക്സെട്ര NCN UVN. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് NCN UVN ആണ്. NCN എന്ന് പറയുമ്പം നമുക്കറിയാം n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ അത് 1 ആണ്. UVN എന്ന് പറയുമ്പോൾ യു ഇൻറ്റു എന്ത് ഡെറിവേറ്റീവ് ഓഫ് വി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെയാണ് അവസാനിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ യുവിൻ്റെ എന്ത് ഡെറിവേറ്റീവ് ഇൻറ്റു വി, അവസാനിക്കുന്നതോ യു ഇൻറ്റു എന്ത് ഡെറിവേറ്റീവ് ഓഫ് വി. ഇവിടെ എന്ത് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി ആയിരുന്നു, ഇവിടെ യു ഇൻറ്റു എന്ത് ഡെറിവേറ്റീവ് ഓഫ് വി. ഇതാണ് ലെബനീസ് തിയറം പറയുന്നത്. അപ്പോൾ ഈ ലെബനീസ് തിയറം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും സ്റ്റേറ്റ് ചെയ്യണം. യുവും വിയും ടു ഫങ്ഷൻസ് ഓഫ് എക്സ് ഹാവിങ്
nth derivative, then nth derivative of uv is equal to unv plus nc1 un minus 1 v1 nc2 un minus 2 v2 അടുത്ത എന്തായിരിക്കും nc3 un minus 3 v3 എക്സെട്ര. ഇടയ്ക്കൊരു ടേം, ജനറൽ ടേം എന്ന് പറയുന്നത് ncr un minus r vr plus എക്സെട്ര ncn uvn. ഇതാണ് ലെബനീസ് തിയറം പറയുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡക്ഷൻ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് ഒരു സാധനം ട്രൂ ആണ് അല്ലെങ്കിൽ ഒരു തിയറം ട്രൂ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇൻഡക്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, n ഈക്വൽ ടു 1 ഇത് ട്രൂ ആണ് എന്ന് കാണിക്കും. n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് കാണിച്ചിട്ട് n ഈക്വൽ ടു കെയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും അല്ലേ. ആദ്യം n ഈക്വൽ ടു 1 ട്രൂ ആണ് എന്ന് പറയും. എന്നിട്ട് n ഈക്വൽ ടു കെയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ആ അസംഷൻ n ഈക്വൽ ടു കെയിൽ ട്രൂ ആണെങ്കിൽ n ഈക്വൽ ടു k പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിച്ചാൽ ഇൻഡക്ഷൻ വെച്ചിട്ട് എല്ലാ എന്നുകൾക്കും ഇത് ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രൂഫിന് വേണ്ടി ഇവിടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് എഴുതാം, ദിസ് തിയറം വിൽ ബി proved by mathematical induction. നമുക്ക് പ്രൂഫ് എഴുതാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മളെന്താ, n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് കാണിക്കണം. യുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവാണ്. ഇവിടെ യും വിയും രണ്ട് ഫങ്ഷൻസ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ദ സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ. നമ്മുടെ സാധാരണ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ദ സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. നോക്കിയേ, n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇവിടെ u1v പിന്നെ 1c1 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ uv1 ആയി. ഇത്ര രണ്ട് ടേമേ അതിൻ്റെ അകത്തുള്ളപ്പോൾ ഇത് ട്രൂ ആണ്. n ഈക്വൽ ടു 1 ട്രൂ ആണ്. ഇനി n ഈക്വൽ ടു 2 കൂടെ നമുക്ക് നോക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് v2 അല്ലേ. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് uv എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ uv-നെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതായത് u1v പ്ലസ് uv1-നെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ. uv2 എന്ന് പറയുന്നത് uv1-നെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. uv എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവാണിത്. അപ്പോൾ uv-യുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് uv-യുടെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ u1v-ക്കകത്ത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പം അത് u1-ൻ്റെ ഡെറിവേറ്റീവ് u1-നെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ u2v പ്ലസ് u1v1 എന്ന് വരികയല്ലേ. ഈ ഫസ്റ്റ് ടേമിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് ഈ എഴുതിയേക്കുന്നത്. u1v-യെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. u1-ൻ്റെ ഡെറിവേറ്റീവ് u2 ഇൻറ്റു v പ്ലസ് u1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v എന്ന് പറയുമ്പം v1 വരും. പ്ലസ് അടുത്ത ടേം എന്താണ് വരുന്നത്, uv1-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. uv1-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ u-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ u1v1 പിന്നെ u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v1 എന്ന് പറയുമ്പം v2 വരും. അതായത് നമ്മൾ u1v-യെയും uv1-നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. u1v-ക്കും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, uv1-നും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ u1v-ക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തപ്പം u1-ൻ്റെ ഡെറിവേറ്റീവ് u2 ഇൻറ്റു v പ്ലസ് u1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v, അപ്പോൾ u1v1 കിട്ടി. അപ്പോൾ അതാണ് ഈ രണ്ട് ടേം. ഇനി uv1-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം u1v1 പ്ലസ് u ഇൻറ്റു v2 എന്ന് വരും. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു u2v പ്ലസ് 2u1v1 പ്ലസ് v2 എന്ന് കിട്ടി അല്ലേ. നമുക്ക് കിട്ടുന്നത് ഇതാ. ഇനി നമുക്ക് നമ്മുടെ ആ ജനറൽ ഫോമുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ ഇത് u2v എന്ന് എഴുതാമല്ലോ, u2v. അടുത്തത് 2-നെ നമുക്ക് 2c1 എന്ന് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. 2c1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2c1 u1v1. ഇനി നമുക്ക് 2c2 എന്ന് പറയുന്നത് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ 2c2 uv2. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഈ ജനറൽ ഫോം n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ u2v 2c1
1v1 2c2 u v2. അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. therefore the theorem is true for n equal to 1 2. therefore the theorem is true for n is equal to 1 to n equal to 1നും 2നും ഇത് ട്രൂ ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? n ഈക്വൽ ടു എമ്മിന്, ജനറലി നമ്മൾ n ഈക്വൽ ടു എമ്മിന് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. assume that the theorem is true. The theorem is true for a particular value of n, say m, so that we have എമ്മിന് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. n ഈക്വൽ ടു എമ്മിന് ഇത് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ട്രൂ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? യു വി എം എന്ന് പറയുന്നത് യു എം വി പ്ലസ് എം സി വൺ യു എം മൈനസ് വൺ വി വൺ പ്ലസ് എം സി ടു യു എം മൈനസ് ടു വി ടു പ്ലസ് എക്സെട്ര എം സി ആർ മൈനസ് വണ്ണും കൂടെ അങ്ങ് എഴുതുന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എം സി ആർ എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് ഇനി ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് കൊണ്ട് എം സി ആർ മൈനസ് വൺ വരുമ്പോൾ എന്ത് വരും? യു എം മൈനസ് ആർ മൈനസ് വൺ എന്ന് പറയുമ്പോൾ എം മൈനസ് ആർ പ്ലസ് വൺ വി ആർ മൈനസ് വൺ. അടുത്ത് എന്ത് വരും? എം സി ആർ യു എം മൈനസ് ആർ വി ആർ പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് എഴുതാം? ലാസ്റ്റ് ടേം എം സി എം യു വി എം എന്ന് പറയാം. അതായത് നമ്മൾ n ഈക്വൽ ടു എമ്മിന് ഇത് ട്രൂ ആണെന്ന് എടുത്തു. അപ്പോൾ n ഈക്വൽ ടു എം കൊടുക്കുമ്പോൾ യു വി എം ഇസ് ഈക്വൽ ടു യു എം വി എം സി വൺ യു എം മൈനസ് വൺ വി വൺ എം സി ടു യു എം മൈനസ് ടു വി ടു എക്സെട്ര. ഇങ്ങനെ നമുക്ക് ഇനി നമ്മൾ ആർ മൈനസ് വൺ ഇവിടെ പ്ലസ് എക്സെട്ര ഉണ്ട്. നമ്മൾ ആർ മൈനസ് വൺത് ടേമും ആർത്ത് ടേമും പിന്നെ എംത് ടേം എഴുതി. ആർ മൈനസ് വൺ വരുമ്പോൾ യു എം മൈനസ് ഓഫ് ആർ മൈനസ് വൺ, എം മൈനസ് ആർ മൈനസ് വൺ എന്ന് പറയുമ്പോൾ എം മൈനസ് ആർ പ്ലസ് വൺ. അപ്പോൾ വി ആർ മൈനസ് വൺ എം സി ആർ യു എം മൈനസ് ആർ വി ആർ പ്ലസ് എക്സെട്ര എന്ന് ചെയ്തു. അപ്പോൾ യു വി എം നമുക്ക് കിട്ടി. യു വി എം ഇത് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്? യു വി എം പ്ലസ് വണ്ണ് ട്രൂ ആണെന്ന് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് യു വി എമ്മിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? യു വി എം പ്ലസ് വൺ ആണ്. യു വി എമ്മിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് യു വി എം പ്ലസ് വൺ ഈസ് ഈക്വൽ ടു, ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ യു എം പ്ലസ് വൺ വി പ്ലസ് യു എം വി വൺ എന്ന് കിട്ടൂല. ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ടേം, ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്ത് രണ്ട് ടേംസ് ഉള്ളത് കൊണ്ട് ഓരോ ടേമും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടേം വെച്ചിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഫസ്റ്റ് യു എം വി ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പം യു എമ്മിനെ വി ഇൻറ്റു യു എമ്മിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ യു എം പ്ലസ് വൺ ഇൻറ്റു വി പ്ലസ് അടുത്തത് എന്താ? യു എം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി എന്ന് പറയുമ്പോൾ യു എം വി വൺ. അടുത്തത് എം സി വൺ ഇൻറ്റു യു എം മൈനസ് വൺ വി വണ്ണിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അത് എം സി വൺ യു എം മൈനസ് വണ്ണിൻ്റെത് യു എം വി വൺ പ്ലസ് ഒന്നും കൂടെ വരും എം സി വൺ യു എം മൈനസ് വൺ വി ടു എന്ന് വരികയല്ലേ. രണ്ട് ടേമാണ് എം സി വണ്ണിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വരുമ്പോൾ എം സി വൺ ഇൻറ്റു യു എം മൈനസ് വണ്ണിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ യു എം വി വൺ പ്ലസ് എം സി വൺ യു എം മൈനസ് വൺ വി ടു രണ്ട് ടേം. അപ്പോൾ ഈ ഫസ്റ്റ് ടു ടേംസ് ആദ്യത്തേൻ്റെ, തേർഡും ഫോർത്തും സെക്കൻഡിൻ്റേത് പ്ലസ് അടുത്തത് എന്ത് വരും? ഇനി എം സി ടു യു എം മൈനസ് ടു വി ടുവിനെ ചെയ്യുമ്പം യു എം മൈനസ് വൺ വി ടു പ്ലസ് എം സി ടു യു എം മൈനസ് ടു വി ത്രീ എന്ന് വരികയല്ലേ. യു എം മൈനസ് ടു വി ടുവിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എം മൈനസ് ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എം മൈനസ് വൺ വി ടു പ്ലസ് എം സി ടു
യു എം മൈനസ് ടു V2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ V3 പ്ലസ് എക്സെട്ര. അടുത്തത് MC(R-1) നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ. MC(R-1) നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ MC(R-1) UM-R+1 ഒന്നും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് M-R+2 വരികയല്ലേ. M-R+2 വരും. ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു VR-1. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത് അതുപോലെ വെച്ചിട്ട് VR-1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ MC(R-1) UM-R+1 VR-1 ചെയ്യുമ്പോൾ VR പ്ലസ് അടുത്തത് MC(R) UM-R+1 VR പ്ലസ് MC(R) UM-R VR+1 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് MCM U1VM പ്ലസ് MCM UVM+1 വരും. അപ്പോൾ നമുക്ക് ഇത്രയും ടേംസുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരേപോലത്തെ ടേംസുകളൊന്ന് കമ്പൈൻ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ടേം അതുപോലെ തന്നെ വെക്കുക UM+1V പ്ലസ് അടുത്ത് നോക്കിയേ UMV1 രണ്ട് ടേം ഉണ്ട്, അത് 1 പ്ലസ് MC1. UMV1 ഇവിടെ 1 ഇവിടെ MC1, അപ്പോൾ 1 പ്ലസ് MC1 UMV1. അടുത്തത് എന്ത് വരും, UM-1V2 നമ്മൾ നോക്കുവാണെങ്കിൽ MC1ഉം MC2 ഉണ്ട്. അടുത്തത് MC1 പ്ലസ് MC2 UM-1V2 UM-1V2 ടേംസ് കമ്പൈൻ ചെയ്തു. അടുത്തത് എന്തായിരിക്കും, MC2. അടുത്തത് UM-2V3 ഉണ്ട്. അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് MC2 അടുത്തത് MC3 ആയിരിക്കുമല്ലോ വരുന്നത്. MC3 UM-2V3 ഇങ്ങനെ പോകും പ്ലസ് എക്സെട്ര. പ്ലസ് ഇനി നമ്മൾ UM-R+1 ഈ UM-R+2 നമ്മൾ എടുക്കുന്നില്ല, കാരണം ഇത് കമ്പൈൻ ചെയ്യേണ്ട സാധനം ഇതിന് തൊട്ട് മുന്നിലാണ് കിടക്കുന്നത്. ഈ M-R+2 VR-1ൻ്റെ കൂടെ വരുന്ന ടേം ഇപ്പുറത്ത് കിടക്കുന്നതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല, പ്ലസ് എക്സെട്ര. ഇനി UM-R+R VR കമ്പൈൻ ചെയ്താൽ അത് MC(R-1) പ്ലസ് MC(R) അല്ലേ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ ഇതും കൂടെ കമ്പൈൻ ചെയ്താൽ MC(R-1) MC(R) UM-R+1 VR എന്ന് വരും. UM-R+1 VR പ്ലസ് അടുത്തത് ഇനി നമ്മൾ M-R VR+1 അതാണ് നമുക്ക് അടുത്തത് വരുന്നത്. അത് അടുത്തതിൻ്റെ കൂട്ടത്തിൽ MC(R)ഉം MC(R+1) ആണ് വരുന്നത്, അത് നമ്മൾ എടുക്കുന്നില്ല. ഇനി നമ്മൾ ഈ ലാസ്റ്റ് ടേം മാത്രമേ എടുക്കുന്നുള്ളൂ, പ്ലസ് എക്സെട്ര MCM UVM+1. കാരണം U1V1ൻ്റെ കൂടെ വരുന്ന ടേം ഇപ്പുറത്തുണ്ട്, അത് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടില്ലാത്തത് കൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ബാക്കി ടേം, അതായത് ആദ്യത്തെ കുറച്ച് ടേംസും നടുക്കത്തെ ആ രണ്ട് ടേമും പിന്നെ ലാസ്റ്റ് ടേമും മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ബൈനോമിയലിൻ്റെ പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് നോക്കിയേ ഇവിടെ 1 പ്ലസ് MC1 ഉണ്ട്, പിന്നെ MC1 MC2 MC2 MC, അതായത് MC(R) MC(R+1) കൂടെ വരുന്നതാണ് അല്ലെ. പിന്നെ അതായത് MC(R-1) MC(R)ൻ്റെ ജനറൽ ഫോർമുല, പിന്നെ MCM-ഉം M+1 CM+1 നമുക്ക് റിലേഷൻസ് വേണം. അതിന് വേണ്ടി നമ്മൾ അറിയാവുന്ന റിസൾട്ട് എഴുതുവാണ്. MC(R-1) പ്ലസ് MC(R) ബൈനോമിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. MC(R-1) MC(R)ഉം കൂടെ ആഡ് ചെയ്താൽ അത് M+1 CR ആണ്. അപ്പോൾ MC(R-1) MC(R) എന്ന് പറയുമ്പോൾ അത് M+1 CR ആണ്. അതുപോലെ തന്നെ 1 പ്ലസ് MC(R)നെ നമുക്ക് 1 പ്ലസ് MC1 1 പ്ലസ് MC1 ഉണ്ടല്ലോ ഇവിടെ, 1 പ്ലസ് MC1 ഉണ്ട്. 1 പ്ലസ് MC1 എന്ന് NC1 എന്ന് പറയുന്നത് എപ്പോഴും N ആയിരിക്കും. അപ്പോൾ MC1 എന്ന് പറയുന്നത് M ആണ്. അപ്പം നമുക്കതിനെ M+1 C1 എന്ന് എടുക്കാമല്ലോ. 1 പ്ലസ് MC1 എന്ന് പറയുന്നത് 1 പ്ലസ് M ആണ്.
1+m അല്ലെങ്കിൽ m+1 നമുക്ക് m+1c1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1+mc1. അടുത്തത് ഇനി MCM എന്ന് പറയുന്നത് 1 ആണ്. MCM 1 ആയതുകൊണ്ട് നമുക്കതിനെ m+1c m+1 എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വി നോ ദാറ്റ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഇത് നമ്മൾ ബൈനോമിയലിൻ്റെ റിസൾട്ടുകളാണ്, ബൈനോമിയലിൻ്റെ പ്രോപ്പർട്ടീസാണ്. therefore UVM+1 ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഈ അറിയാവുന്ന ഫോമുലാസ് ഇതിൻ്റെ അകത്തോട്ട് അപ്ലൈ ചെയ്യുക. ആദ്യത്തെ ടേമിന് വ്യത്യാസമൊന്നുമില്ല, UM+1V വരും. അടുത്തത് 1+mc1 ആണ്. 1+mc1 നമുക്ക് m+1c1 ആണ്. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നതിന് ചേഞ്ച് ഒന്നുമില്ല, UM+1V. അടുത്തത് 1+mc1 ആയിരുന്നു, അതിന് നമുക്ക് m+1c1 UMV1. അടുത്തത് എന്താ വരുന്നത്? MC1 MC2 UM-1V2. MCR-1 MCR എന്ന് പറയുന്നത് m+1CR. അപ്പോൾ ഇതിനെ നമുക്ക് m+1C2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് അടുത്തത് m+1C2 m+1C2 UM-2V2. അടുത്തത് MC2 MC3 കൂടെ ആഡ് ചെയ്താൽ m+1C3 ആണ്. അപ്പം m+1C3 UM-2V3 പ്ലസ് എക്സെട്ര. ഇനി നോക്കിയേ MCR-1 MCR എന്ന് പറയുന്നത് m+1CR ആണ്, പ്ലസ് എക്സെട്ര m+1C പ്ലസ് m+1CR UM-R+1 VR പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് MCM UVM+1 ആണ്. MCMന് പകരം നമുക്ക് m+1C m+1 എഴുതാൻ നമ്മൾ പറഞ്ഞു. MCM 1 ആണ്, m+1C m+1. അപ്പോൾ നമുക്ക് അതിന് ലാസ്റ്റ് പ്ലസ് m+1C m+1 UVM+1 എന്ന് കിട്ടി. ഇപ്പോൾ നോക്കിയേ, നമ്മൾ n=m+1 വന്നപ്പം UM+1V, അത് നോക്കിയാൽ UNV ഫോമിലാണ്. അടുത്തത് NC1 UN-1V1 ഫോമിലല്ലേ നോക്കിയാൽ n=m+1 കൊടുത്തപ്പം NC1 UN-1V1 കറക്റ്റാണ്. അടുത്തത് NC2 UN-2V2, അതും നമുക്ക് NC2 വന്നപ്പം ഇവിടെ UM-1 ആണ്. ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ് ഞാൻ, കാരണം ആഡ് ചെയ്യുമ്പോൾ m+1 കിട്ടണമല്ലോ. ഇത് m-1 ആണ്. ഇവിടെ MC1 MC2 കൂടെ ഉള്ളത് UM-1V2. ഞാൻ എടുത്ത് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. MC1 MC2 കൂടെ m+1C2 m+1C2 UM-1V2. ഓക്കെ, പിന്നെ ജനറലായിട്ട് വരുന്നത് m+1CR UM-R+1 VR. നമ്മുടെ കണ്ടീഷനുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ട്രൂ ഫോർ n=m+1 എന്ന് കിട്ടി. Therefore, if the theorem is true for n=m, then it is true for n=m ട്രൂ ആണ് എന്ന് എടുത്തപ്പം നമുക്ക് n=m+1 ട്രൂ ആണ് എന്ന് കിട്ടി. Therefore, കൺക്ലൂഷനായിട്ട് നമുക്ക് എന്ത് പറയാം? The theorem is true for all integer values, അല്ലേ? By mathematical induction, the theorem is true for all values of n. അതായത് n=1-ൽ n=m-ൽ ട്രൂ ആണെങ്കിൽ n=m+1 ട്രൂ. അപ്പോൾ നമ്മൾ n=1-ലും ട്രൂ ആണ്, n=2-ലും ട്രൂ ആണെന്ന് കാണിച്ചു. അപ്പോൾ n=2-ൽ ട്രൂ ആണെങ്കിൽ n=2+1 അല്ലെങ്കിൽ n=3-ൽ ട്രൂ ആണ്. n=3-ൽ ട്രൂ ആണെങ്കിൽ n=3+1 4-ൽ ട്രൂ. അപ്പോൾ നമുക്ക് എല്ലാ ഇൻറ്റിജർ വാല്യൂസിനും പോസിറ്റീവായിട്ടുള്ള എല്ലാ ഇൻറ്റിജർ വാല്യൂസിനും ഇത് ട്രൂ ആണെന്ന് കിട്ടി.